ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്കൊരു ബേബി ഗേളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി സെറ്റ് ചെയ്ത പിങ്ക് തീംഡ് ഹാമ്പർ ഒന്ന് നോക്കാം. സോ ഇത് ബേസിക്കലി എനിക്ക് വന്നൊരു അർജൻറ്റ് ഓർഡറായിരുന്നു. സോ എനിക്കത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ 2 ദിവസത്തിന് മുന്നെയാണ് എനിക്കത് കൺഫർമേഷൻ കിട്ടിയത്. സോ നമ്മൾ അന്ന് തന്നെ ബേബി ഗേളിന് വേണ്ടി ആ ഡ്രസ്സുകളും അക്സസറീസും ഒക്കെ എടുക്കാൻ വേണ്ടി നൈറ്റ് തന്നെ പർച്ചേസ് ചെയ്യാൻ പോയി. ഈ ബേബീസിൻ്റെ ഡ്രസ്സ് അതേപോലെ അതിൻ്റെ അക്സസറീസൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം അതുപോലെ ക്യൂട്ടായിട്ടുള്ള നല്ല ഷെയ്ഡ്സും അതേപോലെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റമുണ്ട്. ഒന്ന് കുഞ്ഞായിരുന്നെങ്കിൽ ഇതൊക്കെ മേടിക്കായിരുന്നു ഇടായിരുന്നു എന്ന് തോന്നിപ്പോകും. സോ ആദ്യമേ നമുക്ക് നമ്മുടെ റോ ബേസ് എടുക്കാം. എനിക്കിത് അർജൻറ്റ് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ബോക്സിലാണ് നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ എനിക്കൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു അത്യാവശ്യം 12 ഇഞ്ച് സൈസിൽ വരുന്നൊരു ഹാമ്പറും അതിൽ നമ്മൾ പിങ്ക് ഹാമ്പറിൽ ആയതുകൊണ്ട് തന്നെ പിങ്ക് ഫില്ലിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിങ്കായിട്ടുള്ള ക്രഷ്ഡ് ഫില്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്തു ഫസ്റ്റ്. പിന്നെ ജസ്റ്റ് ഒരു മോഡിക്ക് വേണ്ടി കുറച്ച് ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്തു. ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. നമ്മൾ പർച്ചേസ് ചെയ്തത് ഒരു പെയർ ഓഫ് ഡ്രസ്സാണ്, അതായത് ഒരു ഫ്രോക്കും കൂടെ അതിന് മാച്ചിങ് പെയർ ആയിട്ടുള്ളൊരു ഷോർട്ട്സ്, പിന്നെ ഒരു പെയർ ഓഫ് സോക്സും, പിന്നെ ഒരു പെയർ ഓഫ് ബോ, പിന്നെ ഒരു ക്യൂട്ട് ടെഡി ബെയർ, പിന്നെ ഒരു ഫ്ലഫി ഹാറ്റ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതിന് ടോപ്പപ്പിന് വേണ്ടി ഒരു മിനി ഫ്രെയിമും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്യുമായതുകൊണ്ട് തന്നെ നമുക്കിതിന് മുകളിൽ ഒരു 2 ലെയർ സെല്ലോഫെയിൻ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്താൽ മതിയാകും. ഇത് നല്ല ഇൻടാക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ സെല്ലോഫെയിൻ പേപ്പർ വെച്ച് ഡയഗണലി വെർട്ടിക്കലി ഹൊറിസോണ്ടലി നമുക്കൊന്ന് റാപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഹാമ്പർ ബോക്സിൻ്റെ ലിഡ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു, അത് നമ്മൾ അടയ്ക്കാം. പിന്നെ ഞാനൊരു റിബൺ വെക്കാം എന്ന് കരുതി ഒരു ഗ്രീൻ റിബൺ എടുത്തു. സോ ഈ റിബൺ അതിൻ്റെ ഒരു റിബണിൻ്റെ താഴത്തെ പോർഷൻ നല്ല സ്പ്രിങ് ഫോമിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു സിസേഴ്സ് എടുത്ത് അതിൻ്റെ അറ്റവും നമ്മുടെ വിരലും വെച്ച് അമർത്തി ഒന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് നല്ല സ്പ്രിങ് ആയിട്ട് വരുന്നതായിരിക്കും. പക്ഷേ എനിക്ക് പിന്നെ ഈ ഒരു ഹാമ്പറിന് ആ ഒരു ബോ ഭയങ്കര ഒരു ഓവറേറ്റഡായിട്ട് തോന്നിയോണ്ട് ഞാനതൊക്കെ മാറ്റിയിട്ട് ഞാനൊരു പല ഡിഫറെൻറ്റ് സൈസിലുള്ള പേൾസ് അതിന് മാച്ചിങ് ആയിട്ട് വെക്കാമെന്ന് തീരുമാനിച്ചു. ആൻഡ് നമ്മുടെ പിങ്ക് ബലൂണിൽ നമ്മളൊരു ഗ്ലിറ്റേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്ലിറ്ററിങ് എഫക്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മളിതിപ്പം നമ്മുടെ റെസിഡൻസിൽ വന്ന് കളക്ട് ചെയ്യുന്ന ഹാമ്പർ ഓർഡേഴ്സ് ആകുമ്പം കൊറിയർ സമയത്ത് വരുന്ന ആ ഒരു കുലുക്കോ അതുപോലെ ഷേക്കിങ്ങും ഡാമേജൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സെല്ലോഫെയിൻ പേപ്പർ വെച്ചിട്ടുള്ളൊരു റാപ്പിംഗ് മതിയാകും. പക്ഷേ നമ്മളിത് കൊറിയർ ചെയ്ത് ഷിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സും നമ്മൾ ഫുൾ പാക്ക് ചെയ്തിട്ട് റാപ്പ് ചെയ്യണം. സോ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കണ്ടാലോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഹാമ്പറായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.